പലർക്കും ഒരു അസുഖം വരുമ്പോൾ ചിന്തിക്കുന്നത് ആന്റിബയോട്ടിക് കഴിച്ചാലേ എൻ്റെ അസുഖം മാറുകയുള്ളൂ. കാരണം ഓരോ തവണ അസുഖം വരുമ്പോഴൊക്കെ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അവരുടെ അസുഖം മാറുന്നുണ്ട്. ഇതാണ് പലരും അസുഖം വരുമ്പോഴൊക്കെ ആന്റിബയോട്ടിക്കിനെ ആശ്രയിക്കാനുള്ള പ്രധാന കാരണം. ഇനി വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള അസുഖം ശരീരം തനിയെ മാറ്റിയാലും ഇത്തരക്കാർ ചിന്തിക്കുന്നത് ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് എൻ്റെ അസുഖം മാറിയതെന്നാണ്. ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് ആന്റിബയോട്ടിക് എഴുതിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി അവർ തരുന്ന ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുക. ഇങ്ങനെ എന്ത് അസുഖം വരുമ്പോഴും ഇതേ പ്രവൃത്തി തുടരുക. ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഇതുമൂലം വർഷാവർഷം എത്ര പേര് മരണപ്പെടുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരക്കാർ ചെയ്യുന്ന ഈ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ കുടലിൽ വസിക്കുന്ന, നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടിത്തരുന്ന, നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയ കൊണ്ടുവരെ ഈ സമൂഹത്തിലേക്ക് മരുന്നുകളോട് രോഗപ്രതിരോധ ശേഷി നേടിയ മാരക ബാക്ടീരിയ സൃഷ്ടിച്ചു വിടുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് എന്നുള്ള ഈ സംശയത്തിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നിവ എന്താണെന്ന് അറിയണം. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള പേരുകളൊക്കെ പലരും ഇപ്പോൾ ധാരാളമായി പത്രവാർത്തകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കാറുണ്ടാകും. എന്നാൽ ഇത് എന്താണ് എന്ന് വ്യക്തമായൊരു ധാരണ പലർക്കും കിട്ടാറില്ല. ആന്റിബയോട്ടിക് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ പലരും കൈമലർത്തും. ഇത് സാധാരണ ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇവയൊക്കെ അറിയാമായിരിക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പാരസൈറ്റ് തുടങ്ങിയ സൂക്ഷ്മജീവികൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ആന്റിമൈക്രോബിയൽ. അതിൽ ബാക്ടീരിയക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന മരുന്നിനെയാണ് ആന്റിബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മജീവികൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ സൂക്ഷ്മജീവികൾ പ്രതിരോധിക്കുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൽ ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയ ഉപയോഗം കാരണം ബാക്ടീരിയ ആന്റിബയോട്ടിക്കിനോട് നേടുന്ന ആർജിത പ്രതിരോധ ശേഷിയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ലോകാരോഗ്യ സംഘടന ഇതിനെ സൈലന്റ് പാൻഡമിക് എന്നാണ് വിളിക്കുന്നത്, അതായത് നിശബ്ദ മഹാമാരി. ഈ അവസ്ഥ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? ഈ അവസ്ഥ വരാനുള്ള ഒരു പ്രധാന കാരണക്കാരൻ നാം ഓരോരുത്തരുമാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ അശാസ്ത്രീയമായ ഉപയോഗവും അമിത ഉപയോഗവുമാണ് ഈ അവസ്ഥ വരാനുള്ള ഒരു പ്രധാന കാരണം. ഇനി ഡോക്ടർ ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലും അവ സമയക്രമം പാലിച്ച് നിർദ്ദേശിച്ച കാലയളവ് വരെ മുടക്കം കൂടാതെ കഴിക്കാത്തതും മറ്റൊരു കാരണമാണ്. കൂടാതെ ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക ജനിതകമാറ്റം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയവയിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയമായ ഉപയോഗമൊക്കെ മറ്റു കാരണങ്ങളാണ്. ഇങ്ങനെ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയമായ ഉപയോഗം കാരണം ബാക്ടീരിയ ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധം സൃഷ്ടിക്കാൻ തുടങ്ങും. ഇങ്ങനെ പ്രതിരോധം സൃഷ്ടിച്ച ബാക്ടീരിയയിലുള്ള പ്രതിരോധ ജീൻ അവയുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. തുടർന്ന് ഏത് ആന്റിബയോട്ടിക്കിനെതിരെയാണോ ബാക്ടീരിയ പ്രതിരോധം സൃഷ്ടിച്ചത്, ആ ആന്റിബയോട്ടിക് കൊണ്ട് ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഓരോ ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയമായ ഉപയോഗം കാരണം ബാക്ടീരിയ ഒന്നിൽ കൂടുതൽ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആയി തീരും. പിന്നീട് ആ ബാക്ടീരിയ നശിപ്പിക്കാൻ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കപ്പെടേണ്ടി വരാം. ഇത് ദീർഘകാല ആശുപത്രിവാസമോ അല്ലെങ്കിൽ അസുഖം മാറാൻ ദീർഘകാലമോ വേണ്ടി വന്നേക്കാം. മാത്രമല്ല ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മരണത്തിന് വരെ കാരണമായേക്കാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളൊക്കെ 1950-70 കാലഘട്ടങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടവയാണ്. പിന്നീട് അങ്ങോട്ട് നിലവിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ പരിഷ്കരണം അല്ലാതെ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. കാര്യത്തിന്റെ ഗൗരവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് അസുഖം വന്നിട്ട് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മരണത്തിന് തന്നെ കീഴ്പ്പെടേണ്ടി വരും. ഇനി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നവർ അറിയാൻ, ഇത്തരം ആളുകൾ അവർ അറിയാതെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകുകയാണ്. എങ്ങനെയെന്ന് പറയാം. ബാക്ടീരിയക്കെതിരെ മാത്രമേ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് പ്രയോജനമുള്ളൂ എന്ന് ചിലർക്കൊക്കെ അറിയാം. ശരിയാണ്, ബാക്ടീരിയക്കെതിരെ മാത്രമേ ആന്റിബയോട്ടിക് ഫലപ്രദമാവുകയുള്ളൂ. നമുക്കൊരു അസുഖം വരുമ്പോൾ അത് ബാക്ടീരിയ കൊണ്ടുള്ള അസുഖമാണോ, അതോ വൈറസ് കൊണ്ടുള്ള അസുഖമാണോ, അതോ മറ്റെന്തെങ്കിലും സൂക്ഷ്മജീവികൾ കൊണ്ടുള്ള അസുഖമാണോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പരിശോധനയിലൂടെ ഒരു ഡോക്ടർക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ബാക്ടീരിയൽ അസുഖം തന്നെയാണ് നമുക്കെങ്കിലും ആ ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ഏതാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതും ഒരു ഡോക്ടർക്ക് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ അസുഖം വരുമ്പോഴും മെഡിക്കൽ ഷോപ്പിൽ പോയി അവർ തരുന്ന ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുന്നവർ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന മഹാമാരി സൃഷ്ടിക്കുന്നതിന് കാരണക്കാരാവുകയാണ്. ഇനി മറ്റു ചിലർക്കുള്ള സംശയമാണ്, വൈറസ് അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് അറിയാതെ കഴിച്ചു എന്ന് കരുതി
അത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകുമോ എന്നത്. ബാക്ടീരിയ ഉണ്ടെങ്കിലല്ലേ ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധം സൃഷ്ടിക്കുകയുള്ളൂ എന്നുള്ള പല സംശയങ്ങളും ചിലർക്കുണ്ട്. ആന്റിബയോട്ടിക് ഒരു ജീവൻ രക്ഷാ മരുന്നാണ്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് ബാക്ടീരിയൽ അസുഖം ഇല്ലെങ്കിലും നമ്മൾ ആന്റിബയോട്ടിക് അനാവശ്യമായി കഴിച്ചാലും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾക്ക് അവയിലുള്ള ജീൻ അവയുടെ മൾട്ടിപ്ലിക്കേഷനിലൂടെ മാത്രമല്ലാതെ രണ്ട് ബാക്ടീരിയ തമ്മിലുള്ള നേരിട്ടുള്ള സമ്പർക്കം വഴിയും കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കും. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്നാണ് ഈ പ്രക്രിയയെ വിളിക്കുന്നത്. നിങ്ങൾ അമിതമായി ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് കഴിക്കുന്ന ആള് ആണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കുടലിൽ വസിക്കുന്ന നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയ ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധം സൃഷ്ടിക്കാൻ തുടങ്ങും. ഇങ്ങനെ ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധം സൃഷ്ടിച്ച കുടലിൽ വസിക്കുന്ന ബാക്ടീരിയയിലുള്ള പ്രതിരോധ ജീൻ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗകാരണമാകുന്ന ബാക്ടീരിയയിലേക്ക് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ വഴി ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധം സൃഷ്ടിച്ച ജീൻ കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഏത് ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധം സൃഷ്ടിച്ച ജീനാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ആ ജീൻ സ്വീകരിക്കുന്ന ബാക്ടീരിയയും ആ ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധശേഷി കൈവരിച്ചവയായിരിക്കും. അതുകൊണ്ട് ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അനാവശ്യമായി ആന്റിബയോട്ടിക് ഉപയോഗിക്കാതിരിക്കുക. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ നമുക്കൊന്നിച്ച് നേരിടാം. താങ്ക് യു.